കോഴിക്കോട് മെഡിക്കൽ കോളേജ് നഴ്സ് PB അനിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിജീവിത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിൽ സമരത്തിലാണ്. വിശദാംശങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, ഇത് 6ാം ദിവസമാണ് അനിശ്ചിതകാല സമരം. ഇപ്പോൾ MT രമേശ്, ഇന്ത്യ സ്ഥാനാർത്ഥി MT രമേശ് PB അനിതയെ സന്ദർശിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിലെ അതിജീവിതയ്ക്ക് പിന്തുണ നൽകിയ സാഹചര്യത്തിലാണ് നഴ്സിംഗ് ഓഫീസർ PB അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നത്. എന്നാൽ ഈ നിയമവിരുദ്ധമായ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന ഉത്തരവ് നൽകിയിരുന്നു. പക്ഷേ ഈ ഉത്തരവ് അനുസരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ പുനഃപ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ടാണ് PB അനിത നിരാഹാര സമരം നടത്തുന്നത്. സമരം ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ലഭിക്കാതെ തനിക്ക് നിയമനം നൽകാൻ കഴിയില്ല എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള സമരങ്ങൾ, പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇടതുപക്ഷ സംഘടനകളാണ് PB അനിതയുടെ പുനഃപ്രവേശനം, ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള തീരുമാനത്തിന് വിഘാരം നിൽക്കുന്നത്, തടസ്സം നിൽക്കുന്നത് എന്നുള്ള വിമർശനം തന്നെയാണ് PB അനിതയും അതിജീവതയും സംഘടനകളും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇപ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇന്ത്യ സ്ഥാനാർത്ഥി MT രമേശ് PB അനിതയെ സന്ദർശിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നീതി തേടി PB അനിത MT രമേശ് മാധ്യമങ്ങളോട് തത്സമയം. ഇപ്പോൾ 6ാം ദിവസമാണ് ഈ സമരം നടക്കുന്നത്. അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ള നടപടിയാണ് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഈ വിഷയത്തിൽ സർക്കാർ ആ സഹോദരിയുടെ കൂടെ നിൽക്കേണ്ടതാണ്. കാരണം ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടായിട്ടും സത്യം പുറത്തെത്തിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള പരിശ്രമം അതെല്ലാവരാലും ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. സർക്കാർ അവരെ അനുമോദിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ സർക്കാർ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതലേ സർക്കാർ ഇരകളോടൊപ്പമായിരുന്നില്ല, അതിജീവിതയോടൊപ്പമായിരുന്നില്ല. സർക്കാർ പ്രതികളുടെ കൂടെയായിരുന്നു, സർക്കാർ വേട്ടക്കാരുടെ കൂടെയായിരുന്നു. പക്ഷേ ഈ സഹോദരി കാണിച്ച ധീരമായിട്ടുള്ള നിലപാടാണ് സത്യം പുറത്തു വരാൻ സഹായകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതിനുള്ള പ്രതികാര ബുദ്ധിയായിട്ടാണ് സർക്കാർ ഈ ശ്രമം നടത്തുന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോടതി വിധിക്ക് മുകളിലല്ല സർക്കാരും സംവിധാനങ്ങളും ഒന്നും. ഹൈക്കോടതി വിധി ഉണ്ടായിട്ട് എന്തടിസ്ഥാനത്തിലാണ് അവർക്ക് നിയമനം കൊടുക്കാൻ തയ്യാറാക്കാത്തത്? പ്രിൻസിപ്പാള് ഈ കാര്യത്തിൽ കോടതി വിധിയാണോ അവർ അംഗീകരിക്കേണ്ടത്, അതോ സർക്കാരിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ തിട്ടൂരമാണോ അംഗീകരിക്കേണ്ടത്? നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനം അനുസരിച്ച് ഹൈക്കോടതി വിധിയുണ്ടായാൽ ആ വിധി പാലിക്കാൻ എല്ലാവരും ഒരേപോലെ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ കോടതി വിധിയാണ് ചോദ്യം ചെയ്യുന്നത്. കോടതി വിധിക്ക് മേലെയാണ് ഞങ്ങൾ എന്നുള്ള അഹങ്കാരമാണ് സംസ്ഥാന സർക്കാരിനും ആരോഗ്യ വകുപ്പിനുമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, സർക്കാർ കാണിക്കുന്ന സമീപനം അത് നിയമവിരുദ്ധമാണ്, അത് മനുഷ്യത്വ വിരുദ്ധമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യത്തിൽ സർക്കാർ നിലപാട് തിരുത്തണം. അവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അത്തരമൊരു സാഹചര്യം ഇല്ലാത്ത പക്ഷം അവരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും സമരരംഗത്തുണ്ടാകും.
ഇത് നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടമാണ്, നീതി ഉറപ്പുവരുത്താനുള്ള പോരാട്ടമാണ്. അവർ ഒരു പ്രതീകം മാത്രമാണ്. കോടതി വിധിയെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന സർക്കാരിന്റെ സമീപനത്തിനായുള്ള പോരാട്ടമാണ്. തീർച്ചയായിട്ടും എല്ലാ പിന്തുണയും അവർക്കുണ്ടാകും. അടിയന്തരമായി പ്രശ്നം പരിഹരിക്കാൻ തയ്യാറല്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടിയും അവരോടൊപ്പം ഉണ്ടാകും ഇനി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ സമരം തുടങ്ങിയ ശേഷം ആരോഗ്യമന്ത്രി ഇവർക്കെതിരെ രംഗത്ത് വരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയും പറയുന്നത് ആരോഗ്യമന്ത്രി പറയുന്നതാണ് ശരി എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രിയെ ശരിവെക്കണം മുഖ്യമന്ത്രി. അതെ, ആരോഗ്യമന്ത്രി അവരുടെ മാത്രം അഭിപ്രായമല്ലോ, സർക്കാരിന്റെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സർക്കാരിന് ഇക്കാര്യത്തിൽ മർക്കടമുഷ്ടി? ആരെയാണ് സർക്കാരിനെ രക്ഷപ്പെടുത്തേണ്ടത്? അപ്പൊ നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ കേസിൽ പ്രതികളോടൊപ്പമാണ് സർക്കാർ. പ്രതികളെന്ന് പറയുന്നത് CPM അനുകൂല സംഘടനയിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. അവരെ സംരക്ഷിക്കാൻ ആദ്യമേ തന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ ശ്രമമുണ്ടായിരുന്നു. ആ ശ്രമത്തിൽ അവർ പരാജയപ്പെട്ടു പോയതാണ്. അപ്പൊ അതിന്റെ വാശി തീർക്കുകയാണ്. ഈ സഹോദരിയുടെ നിലപാടാണല്ലോ ഈ കേസിന്റെ പ്രധാനപ്പെട്ട വഴിത്തിരിവായത്. അതിൽ പ്രതികാര നടപടി സ്വീകരിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ സ്ത്രീ സമൂഹത്തിന്റെ കൂടെയാണോ സർക്കാർ? ഇങ്ങനെ നീതി നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ കൂടെയാണോ സർക്കാർ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സർക്കാർ ഇരകളോടൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമാണ്. ഈ ഗവൺമെന്റ് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണ്. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും. സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ്. ഇരയ്ക്ക് നീതി ലഭിക്കാൻ ഇടപെട്ട ഒരു ഉദ്യോഗസ്ഥയാണ് സർക്കാർ തന്നെ വേട്ടയാടുന്നതെന്നാണ് MT രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, എല്ലാവിധ പിന്തുണയും BJPയുടെ ഭാഗത്തിനുമുണ്ടാകും. ഈ PB അനിതയെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത് വരെ സമരം തുടരുമെന്ന് തന്നെയാണ് MT രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ അദ്ദേഹം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? സമയം മുമ്പ് PB അനിത സിസ്റ്ററെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ഓഫീസിൽ നേരിട്ട് വന്ന് കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ MT രമേശ്. അതായത് അതിജീവിതക്കാർ, അതായത് ഈ നഴ്സിനെ നിയമം അവർക്ക് അനുകൂലമാവുന്ന തരത്തിലേക്ക് ഹൈക്കോടതി ഉത്തരവ് സർക്കാർ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. ഇതിന് BJPയുടെ പൂർണ്ണ പിന്തുണയും, അടുത്ത ഘട്ടത്തിലേക്ക് വേണ്ടി വന്നാൽ സമരത്തിലേക്ക് കടക്കേണ്ടി വന്നാൽ അതിലേക്കും എടുക്കും എന്ന് തന്നെയാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ നമ്മളോടുകൂടി PB അനിത സിസ്റ്റർ ചേരുന്നുണ്ട്. സിസ്റ്ററെ, വീണ്ടും ഈ ഹൈക്കോടതി നിലപാടിനെതിരെ സർക്കാർ കോടതി വീണ്ടും സമീപിക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്താണ് ഇതിനോട് പ്രതികരിക്കുന്നത്? എൻ്റെ ഇപ്പോഴുള്ള പ്രതീക്ഷ സർക്കാർ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. നീതിക്കൊപ്പം സർക്കാർ നിൽക്കും. ഹൈക്കോടതി വിധിക്ക് എതിരെ സർക്കാർ പോവില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം സർക്കാരിൻ്റെ ഗവൺമെൻറ് പ്ലീഡർ ഉണ്ടായിരുന്നല്ലോ ഈ കേസിൽ. ഗവൺമെൻറ് പ്ലീഡറാണ് ഞാൻ കുറ്റക്കാരിയല്ല, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ട വ്യക്തിയല്ല എന്ന് കോടതിയിൽ പറഞ്ഞത് ഗവൺമെൻറ് പ്ലീഡറാണ്. അപ്പം എന്തുകൊണ്ട് എന്നെ ഇവിടെ എടുക്കുന്നില്ല എന്ന് ഗവൺമെൻറ് പ്ലീഡറോട് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചപ്പോൾ അന്ന് അവിടെ വേക്കൻസി ഇല്ലായിരുന്നു, എനിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് വന്നതുകൊണ്ട് എന്നെ ജോയിൻ ചെയ്യിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് 2.5 മാസം ഞാൻ ലീവിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷം മാർച്ച് 1 വിധിയിൽ മാർച്ച് 31 ഇവിടെ ഒരു വേക്കൻസി വരും, ഒരു റിട്ടയർമെന്റ് വേക്കൻസിയിൽ ഏപ്രിൽ 1 എന്നെ ജോയിൻ ചെയ്യിക്കാമെന്ന് ഗവൺമെന്റ് പ്ലീഡറുടെ ഉറപ്പിലാണ് ഹൈക്കോടതി ഈ വിധി നടപ്പിലാക്കിയത്. അത് മാർച്ച് 1 നടപ്പിലാക്കിയ വിധിയാണ്. അപ്പോൾ അത് എല്ലാവരും അധികൃതരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ വിധിയുടെ പകർപ്പ് എല്ലാവർക്കും ഗവൺമെന്റ് പ്ലീഡറും കൊടുത്തിട്ടുണ്ട്, എൻ്റെ അഡ്വക്കേറ്റും കൊടുത്തിട്ടുണ്ട്. നീതി ലഭ്യമാക്കുന്നത് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? നീതി എപ്പോഴും സത്യത്തിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും സംഘടനകളടക്കം ഈ തരത്തിൽ PB അനിത സിസ്റ്റർക്ക് അനുകൂലമായിട്ടുള്ള എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ ഓഫീസ്. യെസ്, ആനന്ദ് പുതൂരാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.